ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നോമ്പൊക്കെ എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സിമ്പിൾ നോമ്പറാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പുതിയ വീട്ടിലാണുള്ളത്. അപ്പോൾ ആ ഒരു വീട്ടിലത്തെ ഫസ്റ്റ് നോമ്പറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഉന്നക്കായ ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്താമെന്നുള്ള അതും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഉന്നക്കായ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കിലോ പഴമാണ് എടുത്തത്. 2 കിലോ പഴം അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ്. ഞങ്ങടെ പാകമല്ല, എന്നാലും അത്യാവശ്യം പഴുത്തത്. സാധാരണ ഉന്നക്കായ്ക്ക് ഒരു എന്താ പറയുക, പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുക്കുക. പക്ഷേ ഞാൻ കുറച്ച് പഴുത്ത പഴമാണ് എടുക്കൽ കേട്ടോ. അപ്പോൾ അത് പഴം എടുത്തിട്ട് 2 ഭാഗവും തലയും വാലും ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങി വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വലുതാക്കണം ചെറുതാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അടുത്തുള്ള ചെമ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് ഞാൻ ഒന്നിനെ 3ആക്കി മുറിച്ചിട്ട് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റീമർ ചൂടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ, വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സ്റ്റീമറിലെ വെള്ളം തിളച്ച് ഇനിയിപ്പോൾ അതിലേക്ക് തട്ടിറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ മുറിച്ച് വെച്ച എല്ലാ പീസ് പഴം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ മുക്കി വേവിക്കുന്നതിന് പകരം ഇങ്ങനെ സ്റ്റീം ചെയ്ത് വേവിക്കുകയാണെങ്കിൽ അധികം ലൂസ് ആവാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. മറ്റേത് വെള്ളത്തിൽ പുഴുങ്ങിയിട്ടാണ് പണ്ട് അരക്കൽ കേട്ടോ. അങ്ങനെ അരക്കുന്ന സമയത്ത് വെള്ളം കുടിക്കലാണ്. ഇപ്പം പിന്നെ എല്ലാവരും ഇങ്ങനത്തെ ഈ ഒരു രീതി തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു 20 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാകമായിണോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇങ്ങനെ തോലിന്ന് പുറത്ത് വരും. പഴം കണ്ട കുറച്ച് മുന്നോട്ട് ഉന്തിയിട്ട് ഇങ്ങനെ വരും. അല്ലാന്നുണ്ടെങ്കിൽ തോല് പൊട്ടിയിട്ട് ഇങ്ങനെ പൊളന്ന് വരും. അതാണ് പാകമായി എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഇതിന് ചൂടോടുകൂടി തന്നെ ഇറക്കി വെക്കുക. എന്നിട്ട് ചൂട് ആറുന്നതിന് മുന്നേ ഉടനെ തന്നെ ഇത് എന്താ പറയുക, തോല് പൊളിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കുന്നതെന്ന് വെച്ചാൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിലിറക്കാം, അമ്മി ഉണ്ടെങ്കിൽ അങ്ങനെ അരക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു കുത്തുന്ന ഉരലില്ലേ, അത് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പഴം ഞാൻ പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് ചൂടോടുകൂടി ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് എഗ് ബീറ്റർ വെച്ചിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഈ ഒരു എഗ് ബീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇതിനായിട്ട് വെക്കുന്ന ഒരു പഴയ എഗ് ബീറ്ററാണ് കേട്ടോ. ഈ ഒരു പഴം അരക്കാനായിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചതാണ്. കുറച്ച് പഴക്കമുള്ള ഒരു എഗ് ബീറ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു 1-2 സെക്കൻഡ് മതിയിട്ട് അപ്പോഴത്തേക്ക് തന്നെ അരഞ്ഞ് കിട്ടും. പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് അരക്കുന്നതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല പഴുത്ത പഴം കൂടി ആയതുകൊണ്ട് തീരെ പ്രയാസമൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ എഗ് ബീറ്റർ കേടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് പഴുത്ത പഴം എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് കുണ്ടുള്ള പാത്രം എന്നാണ് പറയുക, ഇതിനെന്താ വേറെ പറയാമെന്നറിയില്ല. കുറച്ച് കുഴിയുള്ളതെന്ന് പറയില്ല, നമ്മൾ പറയും കുണ്ടുള്ളതെന്ന് പറയും. അപ്പം കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ എഗ് ബീറ്റർ കൊണ്ട് അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാണ്ട് കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കുണ്ടുള്ള പാത്രം എടുത്തത്. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ചൂടോടുകൂടി തന്നെ വേഗം വേഗം അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ മൊത്തത്തിലൊന്ന് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം അടുത്തതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വേഗം വേഗം അത് ചൂടാറി പോകുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം അരച്ചെടുത്താൽ മതി. അരച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം വെച്ചാലും പ്രശ്നമില്ല. അരക്കുന്നതിന് മുന്നേ തീരെ വെക്കാൻ പാടില്ല കേട്ടോ. ഗ്യാപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുക. നല്ല മയത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ഉരുട്ടുന്ന നേരവും നല്ല ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉന്നക്കായി ഉരുട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് അടുത്ത ബാച്ചും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് അരക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പഴം എന്താ പറയുക, മധുരം കുറവാണെങ്കിൽ ഈ അരക്കണ സമയത്ത് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉരുട്ടുന്നില്ല, ഇതവിടെ മാറ്റി വെക്കുകയാണ്. കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതവിടെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിവിടെ മുട്ട വെച്ചിട്ടാണ് ഫില്ലിംഗ് ഉണ്ടാക്കൽ. സാധാരണ ഉന്നക്കായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രഡീഷണൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. ഉന്നക്കായിൽ തേങ്ങയാണ്, അതുപോലെ തന്നെ കായടക്കാണ് മുട്ട ഉപയോഗിക്കുക. മുട്ട ഫില്ലിംഗ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കായട എന്നാണ് പറയുക. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ മുട്ട വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾക്കും ഇഷ്ടം തേങ്ങ അല്ല, ഇങ്ങനെ മുട്ടൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ മുട്ടയാണ് ഇപ്പോൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 8 മുട്ടയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/4 കപ്പോ 1/2 കപ്പോ ഒക്കെ നോക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായിൻ്റെ പൊടിയാണ് ചേർക്കൽ. ഏലക്കായിൻ്റെ പൊടി കാണിക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ച് പോയി, അതുകൊണ്ടാണ് പിന്നെ അത് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ബീറ്റ് ചെയ്യണം. അത് നിങ്ങൾ മിക്സിയിൽ അരക്കാനൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഇതിന് പത വരും. അങ്ങനെ പത വരാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് എന്താ പറയുക, ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അങ്ങനെ ഒരു അളവില്ല, കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുന്ന സമയത്ത് വല്ലാണ്ട് നുറുക്കിയിട്ടാണ് ചേർക്കൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയ പീസാണെങ്കിൽ കുട്ടികളത് പെറുക്കിയിട്ട് പുറത്തിട്ടേക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് നുറുക്കിയിട്ടാണ് ഇടൽ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന നെയ്യ്. ഇഷ്ടമുള്ള എടുക്കട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ നെയ്യാണ് ചേർക്കൽ. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നുറുക്കി വെച്ചിട്ടുള്ള നമ്മളെ അണ്ടിപ്പരിപ്പില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആവണേ.
അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിക്കോട്ടെ. നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കിസ്മിസ് ചേർക്കണില്ല കേട്ടോ. കാരണം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിസ്മിസ് ചേർക്കണില്ല. അപ്പോൾ അത് ഗോൾഡൻ കളർ ആയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതിനെ ചിക്കി എടുക്കാമെന്ന് പറയില്ല, മുട്ട ചിക്കി എടുക്കാമെന്ന്, അതുപോലെ ഒന്ന് ചിക്കി എടുക്കുക. പെട്ടെന്ന് ആവും കേട്ടോ. അത് അധികം പ്രയാസമുള്ള പണിയൊന്നുമല്ല, വേഗമായി കിട്ടും. പിന്നെ ഒരു മീഡിയം തീയിലിട്ടിട്ട് ചെയ്യണം, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ വേവ് എല്ലായിടത്തും ഒരേപോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കുന്ന ഒന്ന് വീഡിയോയിൽ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇത് പഴം, ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, കയ്യിലൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ ഒന്ന് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര വലുപ്പത്തിലുള്ള ഉന്നക്കായാണോ നിങ്ങൾക്ക് വേണ്ടി ആ വലുപ്പത്തിലുള്ള ഉരുള എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ക്രാക്കില്ലാത്ത ഉന്നക്കായ നമുക്ക് ഉരുട്ടാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ബോളാക്കി എടുക്കുക. ഇതിനെ ഇനി ഒന്ന് പരത്തിയെടുക്കട്ടെ. നമ്മളൊരു പത്തിരിയൊക്കെ പരത്തണ പോലെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് അത്യാവശ്യം നല്ലോണം വെക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നാലും പഴം കുറവ് മതി, കൂടുതൽ എണ്ണം കിട്ടും. ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ആദ്യം ഇത് ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. കായട എന്ന് പറയുന്നത് നമ്മൾ അടൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിപ്പം കായടൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലതായിട്ട് സീൽ ചെയ്തെടുക്കുക, ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എവിടെയും ക്രാക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മളിത് എന്താ പറയുക, കൈൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതിനങ്ങനെ ഉരുട്ടിയിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉരുട്ടുന്നത്. ഇത് കണ്ടോ, ഈ ഒരു നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി രണ്ട് ഭാഗവും. അപ്പോൾ അത് ഉന്നക്കായൻ്റെ ഷേപ്പിലേക്കായിട്ട് വന്നോളൂ. അപ്പോൾ അതുണ്ടല്ലോ, ഒറ്റ ക്രാക്കോ അല്ലെങ്കിൽ ഒരു മുറിവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. അത് അരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിപ്പം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ട്രയൽ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഐസായി കഴിഞ്ഞാൽ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്നെടുത്തിട്ട് സിപ്പ് ലോക്ക് ബാഗിലേക്ക് ആക്കി വെക്കുകയാണ് ചെയ്യട്ടോ. ഇതിപ്പോൾ കുറേ ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു നോമ്പുറക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഒറ്റ പരിപാടിക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. അങ്ങ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഐസായതിന് ശേഷം ഇത് സിപ്പ് ലോക്കിൻ്റെ ബാഗിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ കിച്ചൺ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം പുതിയ വീട്ടിലാണുള്ളത്. ഉന്നക്കായൻ്റെ വീഡിയോ പഴയ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്, ഇന്നിപ്പോൾ ഞാനൊരു നെയ്ച്ചോറും ഇഷ്ടമാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ചെമ്പാണ് വെച്ച് കൊടുത്തത് കേട്ടോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളിയും അതേപോലെ തന്നെ 3-4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നോമ്പിന് ഒരുപാട് സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഒരു ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ടങ്ങ് വാടി കുഴഞ്ഞ് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ കരിവേപ്പിലയും വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്താണ് അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഉള്ളി വാടിയില്ലെങ്കിലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടി വരണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിലെ പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താണ്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താണ്, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്താണ്. ഇത്രയിൽ പൊടികളുള്ളൂ കേട്ടോ. ചെറിയ ജീരകവും വലിയ ജീരകവും അതേപോലെ തന്നെ ഗരം മസാലേൻ്റെ പൊടിയും മാത്രം. അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ജീരകം നല്ല ജീരകമൊക്കെ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ്, വേറെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും നമുക്ക് അത്ര ഇതല്ല. മഞ്ഞൾപ്പൊടി പിന്നെയും നല്ലതാണ്, കുരുമുളകിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. ഇനിയിപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ കറിക്കട്ടായിട്ട് മുറിച്ച് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഈ സെയിം മസാലയിൽ ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചാണ്. ഞാനിത് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇതിൽ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയ പീസാക്കി മുറിച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇങ്ങനെ കുറച്ച് പീസായിട്ട് തിന്നാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് മുറിച്ച് കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾ ഇത് മാറ്റി വെക്കും, കറിയിലുള്ള ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, വെന്ത് കഴിഞ്ഞാൽ അതിനങ്ങ് ഉടച്ചാളലാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ഉപ്പിട്ടത്, അത് കറക്റ്റായിരുന്നു കേട്ടോ. 1.5 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഒഴിച്ച് നോക്കുക എത്ര വേണമെന്നുള്ള, നമ്മൾ ആ ഒരു ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒഴിച്ചോ രണ്ടാമത് ഒഴിച്ചും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം പറഞ്ഞത്. ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുക്കിംഗ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അളവ് കറക്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി കുക്കറിലെ ചിക്കന്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിടുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്ന് നിൽക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വേവിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
മുഴുവനായിട്ടല്ലെങ്കിലും ഒരുപാട് പീസ് മൊത്തത്തിലൊന്നും ഉടയ്ക്കുന്നില്ല. എന്നാലും മുക്കാൽ ഭാഗത്തോളം ഞാൻ അതിലങ്ങ് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്താൽ ടേസ്റ്റുമാണ്. അതങ്ങ് തിന്നും പോവും. പിന്നാണെങ്കിൽ കറിക്ക് കുറച്ച് കട്ടിയും വരും കേട്ടോ. ഇനിയിപ്പോൾ അതിന് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് തേങ്ങാപ്പാൽ കുറച്ച് ഒന്നാം പാൽ രണ്ടാം പാലൊന്നും സെപ്പറേറ്റ് ഒന്നും ആക്കിയിട്ടില്ല. ഒറ്റ അടിക്കൽ തന്നെ അടിച്ചെടുത്തതാണ് കേട്ടോ. 1.5 കപ്പാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഇഷ്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ക്രീമോ ഒക്കെ ചേർക്കട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ നോമ്പിനായതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടോ കേട്ടോ. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. ഒറ്റ സ്നാക്കേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ ഇന്ന് സമൂസ, ചീസ് സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളെല്ലാവരെയും ഫേവററ്റ് ആണ് ഈ ഒരു ചീസ് സമൂസ. ഇവിടെ അറബിക് സ്പെഷ്യലാണ് കേട്ടോ. അത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഒരുപാട് ആൾക്കാർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിന്നിട്ടുണ്ടാവും. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് അറിയുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തത് കേട്ടോ. മൊസറല്ല ചീസിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യേണ്ട ഒരു ചീസും കൂടെ വേണം. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഫെത്ത ചീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഫെത്ത ചീസും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. എന്നാലാണ് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടുക. ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ മൊസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് ലീഫ് ഞാൻ ചെറുതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഗാർലിക് ലീവ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാസ്ലി ഇല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ള അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റൂം ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് നോമ്പറൊക്കെ ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ കുറച്ച് കട്ടപ്പുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫോൾഡ് ചെയ്യുന്ന അങ്ങനെ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. ചെറിയൊരു ഇതാണ്, ശ്രദ്ധക്കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. ഇത് ഒരു പ്രയാസവും ഇല്ലാത്ത ഇതാണ് കേട്ടോ. ഞാനിവിടെ മൈദ കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത്, ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ആ ഒരു ചീസ് കംപ്ലീറ്റ് ആകുന്ന വരെ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സമൂസാണ് ആ ഒരു അളവിൽ എനിക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ ഞാനതവിടെ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഓരോ കോർണറിലും ഗ്യാപ്പ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചീസ് മെൽറ്റായിട്ട് എണ്ണയിലേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് അഥവാ നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു മൈദപ്പശ വെച്ചിട്ട് കോർണറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിന്. ഞാൻ കോരി എടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇത്. ആ ഒരു ചീസും ആ ഒരു ലീഫിൻ്റെ ഫ്ലേവറും കൂടിയാണ് വരിക. ഇതിവിടെ എല്ലാ നോമ്പിൻ്റെ സമയത്ത് എല്ലായിടത്തും സൈഡ് എന്താ പറയുക, നമ്മളെ ഈ സ്ട്രീറ്റ് ഫുഡ് പോലെ എല്ലാ ഭാഗത്തും റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിൽക്കുന്ന ഒരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിവിടെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നോമ്പിന് ഇവിടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. കുട്ടികൾക്കും അസ്ലങ്ങൾക്കും എല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ സമൂസ ഇവിടെ റെഡി ആയി. സിമ്പിളായിട്ടുള്ളൊരു സമൂസാണ്. അപ്പോൾ ഇത് മാത്രമേ ഇന്ന് സ്നാക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറന്നാലും തിന്നാം, അതേപോലെ തന്നെ കുറച്ച് അത്താഴത്തിനും വെക്കാമല്ലോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പിടി കൈപ്പിടി ഒരു എന്താ പറയുക ഉള്ളി, ഒരു ചെറിയ ഉള്ളിൻ്റെ അരമുറിയാണ് എടുത്തത് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൂ ഏലക്കായി, ഒരു 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്കായി, ഒരു 2-3 പീസ് പട്ടയും ഇത്രയേ ചേർക്കേണ്ടിയുള്ളൂ കേട്ടോ. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടി കേട്ടോ. ഞാനിവിടെ 4 കപ്പാണ് അരി എടുക്കുന്നത്. നമുക്ക് 2 നേരം കഴിക്കാമല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ഇതിലേക്ക് 8 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കറക്റ്റാണ്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. നോമ്പായതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഒരു 4 കപ്പ് അരി ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. ഇത് നമ്മളെ കൈമ റൈസാണ് കേട്ടോ. അതേപോലെ തന്നെ അത് പറയട്ടെ, കൈമ റൈസും ജീരകശാല റൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ ആരോ ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈമ റൈസും ജീരകശാല അരി എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെ പേര് കൈമ എന്ന് പറയുന്നത് നമ്മളെ മലബാർ ഭാഗത്തേക്ക് പറയുന്ന ഒരു പേര് മാത്രമാണ്. അല്ലാണ്ട് അതിന് ശരിക്കുള്ള പേര് ജീരകശാല എന്നാണ്. ഇനിയിപ്പോൾ ഞാനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ട്രോബെറിയാണ് എടുത്തത്. ഫ്രഷ് സ്ട്രോബെറി തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ നോമ്പിൻ്റെ മുന്നേ കുറച്ച് അധികം വാങ്ങിയിട്ട് അതിൻ്റെ തലയും വാലൊക്കെ മുറിച്ചതിന് ശേഷം ഫ്രീസറിൽ ബാഗിലാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പാലിലെല്ലാം മോരിലാണ് കേട്ടോ. മോര് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ മോര് വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലോ. പുളിയില്ലാത്ത മോരായിരിക്കണേ. പുളിയില്ലാത്ത മോര് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം ഇല്ലാണ്ടേ അടിക്കുക കേട്ടോ. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാണ്ട് മോരിൽ മാത്രം അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം.
ഇപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിന് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം, ബാക്കി മോരും കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മളെ ജ്യൂസും ഇവിടെ റെഡി ആയിന്. ഇതാണ് ഇന്നത്തെ ജ്യൂസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ഫസ്റ്റ് നോമ്പുറ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ. ഈ ഒരു ജ്യൂസും സമൂസയും ഈത്തപ്പഴവും, ഇതാണ് നമ്മളെ ആദ്യത്തെ നോമ്പുറൻ്റെത്. ഇനിയിപ്പോൾ അതാ നെയ്ച്ചോറ് റെഡി ആയിന്. നെയ്ച്ചോറ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട്. നെയ്ച്ചോറും ഇഷ്ടം. ഇത് നമ്മൾ തറാവിക്ക് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ. തറാവി കഴിഞ്ഞ് വന്നാൽ ചോറോ പത്തിരി എന്തെങ്കിലും ആക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പുതിയ വീടായതുകൊണ്ട് പത്തിരി ഒന്നും പരത്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുള്ള സെറ്റപ്പ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു നെയ്ച്ചോറും ഒരു ഇഷ്ടമാക്കിയതാണ്. അപ്പോൾ അതാ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാനിപ്പോൾ 6 ദിവസത്തേക്ക് നാട്ടിൽ പോയ സമയത്ത് ഉമ്മ ഉണ്ടാക്കി തന്നതാണ് കല്ലുമ്മക്കായിൻ്റെ അച്ചാർ കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കണ്ടില്ല. ഉമ്മ ഞാൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ആ കല്ലുമ്മക്കായിൻ്റെ അച്ചാറും സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ കോഴ്സ് ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉന്നക്കായി ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസ് സമൂസയും നെയ്ച്ചോറും ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ കമൻ്റ് ഒന്നും മറന്നു പോകരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാണ്ട് കാണാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.